അങ്ങനെ പിടിക്കുന്ന ആൾക്കാർ നിങ്ങൾ ഇടയ്ക്കിട്ട് ഞങ്ങൾ ഇടുക്കി കൊല്ലല്ലേ സ്ഥലത്താ എന്റെ മോന് ഞാൻ ഈ ലൊക്കേഷനിലൂടെ എല്ലാം യാത്ര ചെയ്തിട്ടുണ്ട്. ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാൻ എന്തിനാ ഭരതം, അതിലെ പാട്ട്, അങ്ങനെ എത്ര പടങ്ങളാണ് ഈ മലപ്പുറം ജില്ലയിലും കുറ്റിപ്പുറത്തും എന്താ പറയുന്ന മഞ്ചേരി, അതുപോലെ എത്രയോ തവണ ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ് സമയത്തൊക്കെ തിരുനാവായ നാവാമുകുന്ദനെ തൊഴാനായിട്ട് മാത്രം വന്നിട്ടുണ്ട്. കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ, ഈ കോഴിക്കോട് മുതൽ ഇങ്ങോട്ടുള്ള പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഓർമ്മകളിലും എൻ്റെ സന്തോഷങ്ങളിലും എൻ്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വലിയ സ്ഥാനമുണ്ട് വടക്കൻ കേരളത്തിന്. അപ്പം പ്രത്യേകിച്ച് കോഴിക്കോടും മലപ്പുറം ജില്ല എന്നൊക്കെ പറയുമ്പോൾ കുറേ നല്ല ബന്ധങ്ങളുമുണ്ട് എനിക്ക്. ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല അന്നൊക്കെ നമ്മൾ ഇവിടെ വരുമ്പോൾ ഭാവിയിൽ ഇവിടെ ഒരു കീർത്തി പുരസ്കാരം എനിക്ക് കിട്ടും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരുപാട് സന്തോഷമായി. ഈ പ്രദേശം കൂടെ ഒന്നും ഒരിക്കലും ടൗൺ ആവരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. കാരണം കേരളത്തെ ഗ്രാമങ്ങളില്ല, പഴയ വീടുകൾ കാണാനില്ല. പലപ്പോഴും എന്താ പറയുക, കോളേജിലും ഓണത്തിനും വിഷുവിനും മാത്രമായി കസവും കൊണ്ട് നേരിയതുമൊക്കെ. പിന്നെ ഇതുപോലെ അമ്പലങ്ങളിൽ വരണം. അപ്പം നമ്മുടെ സ്വത്തും നശിച്ചു പോകുന്നുണ്ടോ എന്നൊരു ടെൻഷൻ. പണ്ടൊക്കെ സ്ഥിരമായിട്ട് ഏത് ചടങ്ങിന് പോകുമ്പോഴും എൻ്റെ ആകപ്പാട വേഷം ആദ്യമൊക്കെ പാവടയും ബ്ലൗസും, പിന്നെ പാവടയും ഹാഫ് സാരിയും. ഏറ്റവും കൂടുതൽ പാവടയും ഹാഫ് സാരിയും മലയാള സിനിമയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ഉറുശിക്ക് ഇങ്ങനെ ഈ മുല്ലച്ചുരുക്ക് വെച്ച ബ്ലൗസ് അല്ലാതെ വേറെ ബ്ലൗസേ കിട്ടത്തില്ലെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേരെന്നോട്. അത് കഴിഞ്ഞ് പിന്നെ മുണ്ടും നേരിയതുമായിരുന്നു. അപ്പോൾ ഏത് ഫോട്ടോഗ്രാഫർമാരും പറയും, ഉർവശി എന്തിനാ ഫോട്ടോ എടുക്കാൻ വരുന്നത്? കഴിഞ്ഞ വർഷത്തെ അവാർഡിനും ഇത് തന്നെയല്ലേ ഇട്ടല്, ഈ വർഷത്തെ അവാർഡിന് ഇതുപോലെ വേറൊരു രസവും കൊണ്ടും ചന്ദനക്കുറിയും അത് തന്നെ. അപ്പം എന്തെങ്കിലും ഒരു വെറൈറ്റി ഇട്ടൂടെ എന്ന് പറയും. പക്ഷെ ഇപ്പം അതൊക്കെ മാറി ഞാൻ തന്നെ നടക്കാനും ആൾക്കൂട്ടത്തിലൊക്കെ എളുപ്പം ചുരിദാറാണെന്ന് പറഞ്ഞ് ഇതിനകത്തോട്ട് കയറി നിൽക്കുക. വേഗം നമ്മുടെ സൗകര്യത്തിനിടാമല്ലോ. ഈ വേർപ്പും സാരിയും അതുമൊക്കെ എടുത്തിട്ടൊരു തല പിന്നിടണം, പിന്നെ ഒരു പൂ വെക്കണം, പിന്നെ മെനക്കേടൊന്നുമില്ല, ഒരെണ്ണെടുത്തും കൊണ്ട് ഇട്ടാൽ മതിയല്ലോ. അപ്പം ഞാൻ ആലോചിക്കും, കാണുമ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പം ഈ പ്രദേശങ്ങളൊക്കെ സൗകര്യങ്ങൾ, യാത്രാ സൗകര്യങ്ങളൊക്കെ കൂടിക്കോട്ടെ, പക്ഷെ ഇതൊക്കെ പഴമ നിലനിർത്തിക്കൊണ്ട് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് ഈ നാമാമുഖത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. വരും വർഷങ്ങളിൽ എന്നെപ്പോലെ എന്നെക്കാൾ കഴിവുള്ള നല്ല നല്ല എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട് പല ഭാഷകളിലും, പല എന്താ പറയുക വ്യത്യസ്ത കലാരംഗങ്ങളിൽ. അവർക്കൊക്കെ ഇത് കിട്ടട്ടെ. നാവാമുകുന്ദന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.